ഇന്നൊരു കുനാഫയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന കുനാഫയുടെ പോലെയല്ല ഇത് ഞാൻ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ട് നോമ്പുതുറ സമയത്ത് എന്തെങ്കിലും തയ്യാറാക്കണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കുനാഫ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച കുനാഫയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പ് പോയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കുനാഫ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുനാഫ നന്നായിട്ട് ബട്ടറുമായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഒരു നെസ്റ്റിൻ്റെ പോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിൽ ഇങ്ങനെ പതുക്കെ വെച്ചിട്ട് ചുരുട്ടിയെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് അതിൽ നൂല് പോലെ ഇങ്ങനെ പുറത്തേക്കൊക്കെ തൂങ്ങി നിൽക്കും, അതൊന്നും പ്രശ്നമില്ല. ഇങ്ങനെ പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മിഡിൽ കുറച്ചൊരു കുഴിഞ്ഞിട്ട് വേണം കേട്ടോ ഉണ്ടാവാനായിട്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ രണ്ട് സൈഡിലും കുറച്ച് തിക്കിലാക്കി വെക്കാം. മിഡിലിൽ കുറച്ച് നേരിയതായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇത് ഞാൻ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കേക്കിൻ്റെ പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടറൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ കുനാഫ നെസ്റ്റ് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം തയ്യാറാക്കാം. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കിത് സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്രീ ഹീറ്റഡ് അവനിൽ 170 ഡിഗ്രിയിൽ ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഇതുപോലെയുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡ്, പേപ്പർ കപ്പ് കേക്കിൻ്റെ മോൾഡ് കിട്ടുകയാണെങ്കിൽ അതെടുക്കുക. അതല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ, ചെറിയ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ആ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ ഗ്ലാസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതായാലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റീൽ ഗ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. നമ്മൾ തയ്യാറാക്കിയ കുനാഫ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനൊരു ഫ്രൈ പാന് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തയ്യാറാക്കിയ കുനാഫ ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു പതുക്കെ സ്പൂൺ കൊണ്ട് ഇളക്കി എടുത്തിട്ട് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 എണ്ണം തയ്യാറാക്കി കാണിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ അവനിൽ ബേക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി അത് ചെറിയ തീയിൽ, വളരെ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരണം. അപ്പോൾ തീ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് കൂറ്റി വെക്കരുത്, വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ താഴെ ഭാഗം കൂടി ചെറുതായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് മതിയാവും. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സോയാ സോസിൽ ഉപ്പുണ്ട്, അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കനില്ല, അത് ഓരോ പീസായിട്ട് എടുത്തിട്ട് ആദ്യം മൈദയിലൊന്ന് കവർ ചെയ്തെടുത്ത ശേഷം മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും മൈദയിൽ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് കേട്ടോ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ കവർ ചെയ്തെടുക്കാം. എന്നിട്ടിത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഒരുപാട് ചൂട് വേണ്ട കേട്ടോ. ഒരു തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വേണം ഇത് പൊരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുള്ള കുനാഫയും ബേക്കായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുള്ള കുനാഫയാണ്. നമ്മൾ സാധാരണ ബേക്ക് ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മയോനൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഹണിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ചെറിയൊരു മധുരം കാണും. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ച കുനാഫയിലേക്ക് ഈ ചിക്കനും അതിൻ്റെ സോസും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സോസൊക്കെ കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് എള്ളും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കുനാഫ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുനാഫ വീട്ടിലില്ല വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുകയൊന്നും വേണ്ട. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.